ലോകത്തെ പുതുപുത്തൻ വാർത്തകൾ അറിയുന്നതിനായി നിങ്ങൾ ഈ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. രാജ്യത്ത് വനിതകൾക്കു മാത്രമായുള്ള ഇസ്ലാമിക വിദ്യാഭ്യാസ കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ച് ഔഖാഫ് ഇസ്ലാമിക കാര്യ മന്ത്രാലയം. ഖുർആൻ പഠനത്തിനും ഇസ്ലാമിക പ്രബോധനത്തിനുമായി സമർപ്പിക്കുന്ന സ്ഥാപനമായ മൗസ ബിൻത് മുഹമ്മദ് ഖുർആൻ ആൻഡ് ദഅ്വ സെന്ററിന് അൽ വഅബിൽ ഔഖാഫ് മന്ത്രി ഖാനിം ബിൻ ഷഹീൻ അൽ ഖാനിം തറക്കല്ലിട്ടു. 750 വിദ്യാർത്ഥിനികളെ ഉൾക്കൊള്ളാൻ വിധത്തിലാണ് കേന്ദ്രം നിർമ്മിക്കുന്നത്. 400 പേരെ ഉൾക്കൊള്ളുന്ന വലിയ തിയേറ്ററും സമാന ശേഷിയുള്ള ഹാളും ഉള്ള കേന്ദ്രം വൈവിധ്യമാർന്ന പരിപാടികളുടെയും ഒത്തുചേരലുകളുടെയും കേന്ദ്രമായി മാറും. കര വ്യോമമാർഗമുള്ള സഞ്ചാരികൾക്കൊപ്പം ക്രൂസ് കപ്പലുകളിലെത്തുന്ന വിനോദസഞ്ചാരികളുടെയും ഇഷ്ടകേന്ദ്രമായി ഖത്തർ മാറുന്നു. 6 മാസം നീണ്ടുനിന്ന ക്രൂസ് സീസണിന് ഏപ്രിൽ അവസാനത്തോടെ കൊടിയിറങ്ങിയപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി സഞ്ചാരികളുടെ എണ്ണത്തിൽ റെക്കോർഡ് കുറിച്ചു. ഒക്ടോബറിൽ ആരംഭിച്ച സീസണിൽ 73 ആഡംബര കപ്പലുകളിലായി 3.78 ലക്ഷം സന്ദർശകരാണ് ദോഹയിൽ തീരമണഞ്ഞതെന്ന് മവാനി ഖത്തർ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ദോഹ അൽ മദ്രസ അൽ ഇസ്ലാമിയയുടെ 2024-25 അധ്യയന വർഷത്തെ പ്രവേശനോത്സവം വൈവിധ്യമാർന്ന കലാവിഷ്കാരങ്ങളോടെ സംഘടിപ്പിച്ചു. IIS ക്യാമ്പസിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ഓഡിറ്റോറിയത്തിൽ മദ്രസ പ്രിൻസിപ്പാൾ ഉദ്ഘാടനം ചെയ്തു. ഈ വർഷം മദ്രസയിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾ ബാനറുകളും പ്ലക്കാർഡുകളും തോരണങ്ങളും ബലൂണുകളുമായി അണിനിരന്ന ഘോഷയാത്ര വർണ്ണാഭമായി. തുടർന്ന് സംഗീത, നൃത്തം, ഒപ്പന, കോൽക്കളി, ഗ്രൂപ്പ് സോങ് ഉൾപ്പെടെ വിവിധ പരിപാടികൾ അരങ്ങേറി. നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റിന് ഒരുങ്ങുകയാണ് വിദ്യാർത്ഥികൾ. വർഷത്തോളം നീണ്ട തയ്യാറെടുപ്പിനൊടുവിൽ പരീക്ഷയ്ക്കെത്തുമ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. നീറ്റ് UGയുടെ അഡ്മിറ്റ് കാർഡ് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അഡ്മിറ്റ് കാർഡിലെ ഇൻഫർമേഷൻ, ബുള്ളറ്റിനിലെ നിർദ്ദേശങ്ങളും വായിച്ചു മനസ്സിലാക്കണം. അഡ്മിറ്റ് കാർഡിൽ രേഖപ്പെടുത്തിയ പരീക്ഷാ കേന്ദ്രം, പരീക്ഷാ സമയം എന്നിവ പ്രത്യേകം പരിശോധിക്കണം. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:20 വരെയാണ് പരീക്ഷ നടക്കുന്നത്. ഖത്തർ, സൗദി, കുവൈത്ത്, ബഹ്റൈൻ സമയം 11:30 മുതൽ 2:50 വരെയും UAE, ഒമാൻ 12:30 മുതൽ 3:50 വരെയുമായിരിക്കും പരീക്ഷ നടക്കുക. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 കേന്ദ്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യാത്തവർക്ക് പ്രവേശനമുണ്ടാവില്ല. അവസാന നിമിഷ വെപ്രാളം ഒഴിവാക്കാൻ നേരത്തെ തന്നെ പരീക്ഷാ കേന്ദ്രത്തിൽ എത്തിച്ചേരാൻ ശ്രമിക്കുക. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ എന്തെങ്കിലും പ്രയാസം നേരിടുന്നവരുണ്ടെങ്കിൽ neet@nta.ac.in എന്ന ഇമെയിൽ വിലാസത്തിലോ 0114075900 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ്. ഭാവിയിലെ ഉപയോഗത്തിനായി അഡ്മിറ്റ് കാർഡ് സൂക്ഷിച്ചു വെക്കണം. അഡ്മിറ്റ് കാർഡിലും കൺഫർമേഷൻ പേജിലും കൊടുത്ത വിവരങ്ങൾ, ഫോട്ടോ, ഒപ്പ് എന്നിവയിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ രാവിലെ 10-നും വൈകിട്ട് 5-നും ഇടയിൽ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടുക. അത്തരം സന്ദർഭങ്ങളിൽ വിദ്യാർത്ഥികൾ ഇതിനകം ഡൗൺലോഡ് ചെയ്ത അഡ്മിറ്റ് കാർഡ് ഉപയോഗിച്ച് പരീക്ഷയിൽ ഹാജരാകാവുന്നതാണ്. ഡ്യൂപ്ലിക്കേറ്റ് അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നതല്ല. രേഖകളിൽ വേണ്ട തിരുത്തലുകൾ വരുത്തുന്നതിന് ആവശ്യമായ നടപടി NTA പിന്നീട് സ്വീകരിക്കുന്നതാണ്. വിദ്യാർത്ഥികൾ പരീക്ഷാ കേന്ദ്രത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപായി മെറ്റൽ ഡിറ്റക്ടറുകളുടെ സഹായത്തോടെയുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കും. പരീക്ഷയ്ക്കാവശ്യമായ പേന പരീക്ഷാ ഹാളിൽ വെച്ച് നൽകുന്നതായിരിക്കും. പരീക്ഷയ്ക്ക് എത്തുന്നവർ നിർബന്ധമായും കരുതേണ്ടവ: പാസ്പോർട്ട് സൈസ് ഫോട്ടോ പതിപ്പിച്ച അഡ്മിറ്റ് കാർഡ്, അറ്റൻഡൻസ് ഷീറ്റിൽ പതിപ്പിക്കാൻ വേണ്ട പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഒറിജിനൽ തിരിച്ചറിയൽ രേഖ, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടർ ID, പാസ്പോർട്ട്, ആധാർ കാർഡ്, റേഷൻ കാർഡ്, ഫോട്ടോ പതിപ്പിച്ച +2 പരീക്ഷ അഡ്മിറ്റ് കാർഡ്, ഫോട്ടോ പതിപ്പിച്ച മറ്റേതെങ്കിലും സർക്കാർ ID എന്നിവയിൽ ഏതെങ്കിലും കൊണ്ടുവരാം. ഭിന്നശേഷി വിഭാഗത്തിൽ അപേക്ഷ സമർപ്പിച്ചവർ ബന്ധപ്പെട്ട അധികാരികൾ നൽകിയ PWBD സർട്ടിഫിക്കറ്റ്. പരീക്ഷാ ഹാളിൽ അനുവദിക്കാത്തവ: അച്ചടിച്ചതോ എഴുതിയതോ ആയ പേപ്പറുകൾ, കടലാസ് കഷ്ണങ്ങൾ, ജ്യാമിതി, പെൻസിൽ ബോക്സ്, പ്ലാസ്റ്റിക് പൗച്ച്, കാൽക്കുലേറ്റർ, പേന, സ്കെയിൽ, റൈറ്റിംഗ് പാഡ്, പെൻഡ്രൈവ്, എറേസർ, കാൽക്കുലേറ്റർ, ലോങ് ടേബിൾ, ഇലക്ട്രോണിക് പേന, സ്കാനർ, കറക്ഷൻ ഫ്ലൂയിഡ് മുതലായവ. മൊബൈൽ ഫോൺ, ബ്ലൂടൂത്ത്, ഇയർഫോൺ, മൈക്രോഫോൺ, പേജർ, ഹെൽത്ത് തുടങ്ങിയ ആശയവിനിമയ ഉപകരണങ്ങൾ. പേഴ്സ്, ഹാൻഡ് ബാഗ്, ബെൽറ്റ്, തൊപ്പി, ഹെയർ ക്ലിപ്പ്, വാച്ച്, ബ്രേസ്ലെറ്റ്, ക്യാമറ, മൈക്രോചിപ്പ്, ബ്ലൂടൂത്ത് ഉപകരണം, മോതിരം, കമ്മൽ, മൂക്കുത്തി പോലെയുള്ള ആഭരണങ്ങൾ, ലോഹവസ്തുക്കൾ. തുറന്നതോ പാക്ക് ചെയ്തതോ ആയ ഭക്ഷണ സാധനങ്ങൾ, വാട്ടർ ബോട്ടിൽ. പ്രമേഹ രോഗികളാണെങ്കിൽ ഷുഗർ ടാബ്ലറ്റ്, പഴങ്ങൾ, സുതാര്യമായ പാത്രത്തിൽ വെള്ളം എന്നിവ കരുതാം. ഇക്കാര്യം മുൻകൂട്ടി അറിയിച്ചിരിക്കണം. ചോക്ലേറ്റ്, മിഠായി, സാൻഡ്വിച്ച് തുടങ്ങിയവ അനുവദിക്കില്ല.
മാമ്പഴങ്ങളുടെ ഉത്സവമായ മാംഗോ ഫിയസ്റ്റ ആരംഭിച്ചു. മെയ് 2 മുതൽ 6 വരെ ഉപഭോക്താക്കൾക്ക് ഇന്ത്യ, കൊളംബിയ, ഓസ്ട്രേലിയ, ബ്രസീൽ, യമൻ, തായ്ലൻഡ്, പെറു തുടങ്ങിയ വിദേശ പ്രദേശങ്ങളിൽ നിന്ന് ലഭിക്കുന്ന 30-ലധികം ഇനം മാമ്പഴങ്ങളുടെ വിപണി ഉത്സവത്തിൽ പങ്കാളികളാകാം. മാമ്പഴ പ്രേമികൾക്ക് വൈവിധ്യമാർന്ന രുചികൾ ആസ്വദിക്കാൻ അവസരമുണ്ട്. കൂടാതെ ഹൈപ്പർ മാർക്കറ്റിൽ എത്തുന്നവർക്ക് നിരവധി ഓഫറുകളും പ്രൊമോഷനുകളും ആക്ടിവിറ്റികളും ഇവിടെ വാഗ്ദാനം ചെയ്യുന്നു.